ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. രാജസ്ഥാൻ ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്ത. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എങ്ങനെയാണ് കുട്ടി അതിനകത്ത് വീണുപോയത്? അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണം സംഭവിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടിയാണ് റിതൻ ജാജു ആണ്. 3 വയസ്സാണുള്ളത്. കുട്ടിയാണ് കുഴിയിൽ വീണ് മരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം അനുസരിച്ച് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ എത്തിയതായിരുന്നു ഈ രാജസ്ഥാൻ സ്വദേശികൾ. അതിനിടയിലാണ് ഇവരുടെ ശ്രദ്ധയിൽ നിന്ന് ഈ കുട്ടി പോകുന്നത്. കുട്ടി നടന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം സമീപമുള്ള ഒരു മാലിന്യക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിയെ കാണാതെ വന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കുന്നു. പക്ഷേ വേഗത്തിൽ കണ്ടു കിട്ടുന്നില്ല. ഈ മാലിന്യക്കുഴിയിലോട്ട് പോകുന്നുള്ളവർ അവർക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. അതിനുശേഷമാണ് തെരച്ചിലിനൊടുവിലാണ് ഈ കുട്ടിയെ മാലിന്യക്കുഴിയിൽ വീണ് കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നത്. ഉടൻ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും അതീവദാരുണമായ ഒരു മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുഞ്ഞിനെ മാലിന്യക്കുഴിയിൽ കണ്ടെത്തിയതിനു ശേഷം എടുക്കുന്നതിനും ആശുപത്രിയിൽ എത്തിക്കുന്നതും വൈകിയോ സിജോ? വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്കും മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുറച്ചു നേരം ഈ കുട്ടിയെ അന്വേഷിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കുട്ടി പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോയി എന്നാണ്. അവരുടെ ശ്രദ്ധയിൽ നിന്ന് പോകുന്നു. പക്ഷേ അവിടെയെങ്കിലും പെട്ടെന്ന് ഇത് അന്വേഷിച്ചപ്പോൾ കാണുന്നില്ല. ഈ മാലിന്യക്കുഴിയിൽ വീണതായി പെട്ടെന്ന് ശ്രദ്ധയിലോട്ട് വരികയും ചെയ്തില്ല. അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് കുട്ടി മാലിന്യക്കുഴിയിൽ വീണതായി കണ്ടെത്തുന്നത്. വെള്ളം ഉൾപ്പെടെ ഈ കുഴിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കുഴി ഉണ്ടായിരുന്നത്. ഒത്തിരി മാലിന്യം ഉണ്ടാവുമെന്ന് നമ്മൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കുറച്ച് വൈകിയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച്. എന്തായാലും കുട്ടിയെ കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഈ കുട്ടി ഇവരെ ഭക്ഷണം കഴിക്കാനായി അവിടെ എത്തുന്നു. അവരുടെ ശ്രദ്ധയിൽ നിന്ന് കുട്ടി പോവുകയും ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് പെട്ടെന്ന് ആ കുട്ടിയെ അന്വേഷിക്കുകയും അവർ അതിനുള്ള തെരച്ചിലുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. പക്ഷേ കുട്ടിയെ കണ്ടെത്തുമ്പോഴത്തേക്കും കുട്ടി കുഴിയിൽ വീണ് മരിച്ചൊരവസ്ഥ ആയിരുന്നു. യാത്രക്കാരായിരുന്നു ഇവർ, അതോ ഇവിടെ താമസക്കാരാണ്? ഇവർ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭ്യമാണോ സിജോ? സൈഫുദ്ദീൻ, അത് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. നമ്മൾ അവിടെയുള്ള ആളുകളുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് അവരെ എത്തിയത്, ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകളാണ്, ജോലിക്ക് താമസിക്കുന്ന ആളുകളാണ്, ഇത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയില്ല. പക്ഷേ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയതാണ്. അതിനിടയിലാണ് കുട്ടിയെ അവരുടെ ശ്രദ്ധയിൽ നിന്ന് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തുടർന്ന് കുട്ടിയെ തിരയുകയായിരുന്നു. നേരത്തിന് ശേഷമാണ് ഈ മാലിന്യക്കുഴിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവരേത് രാജസ്ഥാൻ സ്വദേശികളാണ്. റിതാൻ ജാജു എന്നാണ് പേരെന്ന്. 3 വയസ്സാണ് കുട്ടിക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അവരെങ്ങനെ ഏത് സാഹചര്യത്തിലാണ് അവിടെ എത്തിയത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ദാരുണമായ അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. രാജസ്ഥാൻ ദമ്പതികളുടെ കുഞ്ഞാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യക്കുഴിയിൽ വീണു മരിച്ചത്. കുറേ നേരം കുട്ടിയെ കാണാതായതിനു ശേഷം മാതാപിതാക്കൾ തിരയുന്നുണ്ടായിരുന്നു. പിന്നീട് കണ്ടെത്തിയത് മാലിന്യക്കുഴിയാണ്. അപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ വിമാനത്താവളത്തിന് സമീപം എവിടെയാണ് ഈ മാലിന്യക്കുഴിയുള്ളത്? എങ്ങനെയാണ് ഈ കുഞ്ഞതിനകത്ത് വീണുപോയത്? ഈ കുടുംബം എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇവിടെ താമസക്കാരാണോ, യാത്രക്കാരാണോ, സഞ്ചാരികളായിരുന്നു? ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പ് മാത്രമാണ് ഈ അപകടം സംഭവിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് സിജോ വി ജോൺ.